നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അടുത്ത വേൾഡ് കപ്പിന് ഇനി ഒരു വർഷക്കാലമേ ഉള്ളൂ. ഒരു വർഷവും 2 മാസവും എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. 2026 ജൂൺ മാസത്തിലാണ് അടുത്ത വേൾഡ് കപ്പ്. നമ്മൾ അതിന് തൊട്ടരികിലെത്തി എന്നർത്ഥം. മിക്ക ടീമുകളും ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ അവസാന ഘട്ടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ടീമുകളൊക്കെ യോഗ്യത നേടിക്കഴിഞ്ഞു. അർജൻറ്റീന പോലെയുള്ളവർ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അടുത്ത വേൾഡ് കപ്പിൽ കണ്ടൻറ്റേഴ്സായിട്ടുള്ള കിരീട സാധ്യത കൂടുതലുള്ള ടീമുകൾ ഏതൊക്കെയാണ്, കിരീട സാധ്യത മങ്ങിപ്പോയത് ആരൊക്കെയാണ്, ഇത് ഇപ്പോൾ ESPN FCയുടെ എക്സ്പേർട്ട് ലൂയിസ് മിഗ്വൽ എച്ച്ഗാഡി വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം LMEയുടെ ആ ഒരു വിശകലനത്തിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. ടോപ്പ് കണ്ടൻറ്റേഴ്സ് എന്നുള്ള ലിസ്റ്റിൽ, അതായത് അദ്ദേഹം ഓൺ സൈഡ് ഓഫ് സൈഡ് എന്ന രൂപത്തിലാണ് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓൺ സൈഡ് എന്ന കാറ്റഗറിയിൽ വരുന്നവരൊക്കെ കിരീട സാധ്യതയുള്ള ടീമുകളാണ്. ഓഫ് സൈഡ് എന്ന രൂപത്തിൽ പോകുന്ന ടീമുകൾക്ക് കിരീട സാധ്യത കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഓൺ സൈഡിൽ പ്രധാനമായും വരുന്ന ഏറ്റവും അധികം സാധ്യത അദ്ദേഹം കൽപ്പിക്കുന്നത് സ്പെയിനിനാണ്. സ്പെയിന് അത്രയും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അടുത്ത സമ്മർ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ ഫേവറിറ്റ്സ് അവരാണ്. ദേ ആർ ദി കറണ്ട് ഫേവറിറ്റ്സ് ടു വിൻ നെക്സ്റ്റ് സമ്മർ വേൾഡ് കപ്പ്. 2024 ആ ഒരു യൂറോ കപ്പ് വിജയത്തോടു കൂടി അവരവരുടെ പൊട്ടൻഷ്യൽ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനൊരു തുടർച്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോഡ്രിയുടെ മടങ്ങി വരവ് കൂടി ഉണ്ടാകുമ്പോൾ ടീം കൂടുതൽ ശക്തമാകും എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. സോ അടുത്ത വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ കണ്ടൻഡർ, കറണ്ട് ഫേവറിറ്റ്സ്, അത് സ്പെയിനാണ് എന്ന് പറയുന്നു. ഇനി നോക്കുക, ഇംഗ്ലണ്ടാണ് മറ്റൊരു വൺ സൈഡ് കാറ്റഗറിയിലെ ടീം, വേൾഡ് കപ്പിൽ കിരീട സാധ്യത കണക്കാക്കപ്പെടുന്ന ടീം. അത് 2 കാരണങ്ങളാണ് അതിന് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അവരുടെ ടീമിൽ ഇപ്പോൾ അത്രയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ദിസ് ഈസ് ആൻ ഇൻസെയിൻലി ടാലൻറ്റഡ് സ്ക്വാഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. യുവതാരങ്ങളടക്കം വളരെ മികച്ച താരങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിനുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏത് വമ്പൻ ടൂർണമെൻറ്റിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. രണ്ടാമത്തെ കാരണം തോമസ് ടുഖേലിൻ്റെ ആ ഒരു പരിശീലക സ്ഥാനം ഏറ്റെടുക്കലാണ്. അത്രയും മികവുള്ള പ്രാഗ്മാറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തൻ്റെ താരങ്ങളെ എങ്ങനെ പെടുത്തണമെന്നറിയാം. അതിൻ്റെ റിസൾട്ട് ഇംഗ്ലണ്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് ഫ്രാൻസാണ്, അടുത്ത ഒരു സാധ്യതയുള്ള ടീം ഓൺ സൈഡ് കാറ്റഗറിയിലുള്ളത്. വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ഫ്രാൻസ് വമ്പൻ ടൂർണമെൻറ്റുകൾ വരുമ്പോൾ ഏത് തരത്തിലാണ് കളിക്കാറുള്ളത് എന്ന്. മികച്ച താരങ്ങളുമുണ്ട്. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലെയും ഒക്കെ അടങ്ങുന്ന മികച്ച താരനിര അവരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ദിദിയർ ദെഷാമിൻ്റെ അവസാന വേൾഡ് കപ്പ് കൂടിയാണ്. അദ്ദേഹം ഈ വേൾഡ് കപ്പോടുകൂടി പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കിരീട നേട്ടത്തിനായിട്ട് അവർ മെയ് മറന്ന് പോരാടും എന്ന കാര്യത്തിൽ തർക്കമില്ല. എംബാപ്പെ, ഒസ്മാൻ ഡെംബലെ, ബ്രാഡ്ലി ബർക്കോള, മൈക്കൽ ഒലീസെ, എന്തൊരു ഫയർ പവറാണ് ആ ടീമിനുള്ളത്. ഗോൾ കീപ്പിങ്ങിൽ മൈഗ്രൻ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. സോ ഫ്രാൻസിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കകൾക്ക് വകയില്ല. ഇനി അധികം സർപ്രൈസിംഗ് ആയിട്ട് ഉൾപ്പെടുന്ന ചില ടീമുകളുണ്ട്. അതിലൊന്നാണ് മൊറോക്കോ. അടുത്ത തവണത്തെ വേൾഡ് കപ്പിൽ മികച്ച മുന്നേറ്റങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ടീം മൊറോക്കോ. 2022 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് അവർ കുതിച്ചെത്തിയിരുന്നു എന്ന കാര്യം നോക്കണം. ആ വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തിയപ്പോൾ സെമിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ ടീം, ആദ്യത്തെ അറബ് നേഷൻ എന്നുള്ള നേട്ടം കൂടി അവർ സ്വന്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇത്തവണയും പ്രതീക്ഷിക്കുന്നു. വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്. യാസിൻ ബോനോ, അഷ്റഫ് ഹക്കീമി, അസദിൻ ഒനാഹി, യൂസഫൻ നസീറി, ഇബ്രാഹിം ഡയസ്, അങ്ങനെ മികച്ച ടീം അവർക്കുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നെതർലൻഡ്സ് അടുത്ത ഓൺ സൈഡ് കാറ്റഗറിയിലുള്ള അടുത്ത തവണ കിരീട സാധ്യതയുള്ള ടീമുകളിലൊന്നായിട്ട് കണക്കാക്കുന്നു. തീർച്ചയായിട്ടും നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മികച്ച സ്ക്വാഡുണ്ട്. അവരുടെ പരിശീലകൻ നല്ല രൂപത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഓറഞ്ച് വസന്തം പ്രതീക്ഷിച്ച് ഒരുപാട് ആരാധകർ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഓൺ സൈഡിൽ അടുത്ത വേൾഡ് കപ്പ് നല്ല സാധ്യതയുള്ള അടുത്ത ടീം അർജൻറ്റീനയാണ്. അതിന് അദ്ദേഹം പറയുന്ന കാര്യം, അർജൻറ്റീന ഇപ്പോൾ ഒരു മെഷീൻ പോലെയാണ്. കംപ്ലീറ്റ്ലി എല്ലാ പാർട്ടികളും സിങ്ക് ആയിട്ടുള്ളൊരു മെഷീൻ. അവരുടെ താരങ്ങൾ അത്രയധികം ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്നു. ലയണൽ മെസ്സി ഉണ്ടാകുമ്പോൾ അവർ മറ്റു തലത്തിലേക്ക് വീണ്ടും ഉയരുകയും ചെയ്യുന്നു. മെസ്സി ഇല്ലാതെയും അവർക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ളത് അവർ കാണിക്കുന്നു. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണ്. അർജൻറ്റീനയ്ക്ക് ഇത്തവണ കിരീട സാധ്യതയുണ്ട്. എന്നാൽ ബ്രസീലിന് അദ്ദേഹം ഉൾപ്പെടുന്നത് ഓഫ് സൈഡിലാണ്. സാധ്യത മങ്ങിപ്പോയ ടീമിൻ്റെ കൂട്ടത്തിലാണ്. ബ്രസീലിന് തിരികെ വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല.
കൊളംബിയ, ഉറുഗ്വായ്, ഇക്വഡോർ, പരാഗ്വെ തുടങ്ങിയ ടീമുകൾ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലിനേക്കാൾ മികച്ച ടീമുകളാണ് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ബ്രസീലിന് തിരികെ വരാൻ 3 കാര്യങ്ങൾ കൂടി നിർദ്ദേശിക്കുന്നു. അതിൽ 1 തീർച്ചയായിട്ടും ആ ഒരു റെസിലിയൻസും ജോയും ഒക്കെ തിരികെ പിടിക്കുക. 2 നെയ്മർ ജൂനിയറെ വീണ്ടും എനർജൈസ് ചെയ്ത് ടീമിൻ്റെ ലീഡറാക്കി മാറ്റുക. 3 ഡൊറിവാൾ ജൂനിയറെ പുറത്താക്കിയിട്ട് ടീമിനെ വീണ്ടും ആവേശത്തിലേക്ക് കൊണ്ടുവരാൻ മോട്ടിവേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു കോച്ചിനെ കൊണ്ടുവരിക. ഈ മാറ്റങ്ങൾ വരുത്തിയാൽ ബ്രസീലിന് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ബ്രസീലിന് കിരീട സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതേസമയം സർപ്രൈസിംഗ് ആയിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തുന്ന ഒരു ടീം ജപ്പാനാണ്. ജപ്പാൻ 2026 വേൾഡ് കപ്പിൽ സർപ്രൈസിങ് കണ്ടൻറ്റേഴ്സ് ആയിരിക്കും ജപ്പാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കാരണം ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. ജർമ്മനിക്കെതിരെ, സ്പെയിനിനെതിരെ ഒക്കെ ഗ്രൂപ്പ് ഇയിൽ അവർ വിജയിച്ച് കയറി മുന്നോട്ട് പോയി. പിന്നീട് ക്രൊയേഷ്യയോട് അവർ പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെട്ടത് തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു എന്നതും ഓർമ്മപ്പെടുത്തുന്നു. സോ മികച്ച ടീമുണ്ട് ഇത്തവണ ജപ്പാന്. അവർ അത്ഭുതപ്പെടുത്തിയാൽ ഞെട്ടേണ്ട കാര്യമില്ല. ജർമ്മനിയെ പക്ഷേ ഉൾപ്പെടുന്ന ഓഫ് സൈഡിലാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാൻ പറ്റാതെ തകർന്നടിഞ്ഞ ടീമാണ് ജർമ്മനി. ഇപ്പോൾ ശരിയാണ്, യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഈസി പാത്തായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ESPN FCയുടെ എക്സ്പേർട്ട്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ജർമ്മനി ഒരു സ്പ്രിൻ്ററാണ്, അല്ലാതെ മാരത്തൺ റണ്ണറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭംഗ്യം നിറയാണ് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. തുടക്കത്തിലൊക്കെ ജർമ്മനി നല്ല രൂപത്തിൽ കത്തിക്കും. പക്ഷേ ടൂർണമെൻറ്റ് പുരോഗമിക്കും തോറും അവരുടെ മികവ് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ കിരീട സാധ്യത മങ്ങിപ്പോയ ടീമായിട്ട് കണക്കാക്കുന്നു പോർച്ചുഗലിനെ. അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ കോച്ച് വേണ്ട വിധത്തിൽ ടീമിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. 40-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇപ്പോഴും ടീമിൻ്റെ മെയിൻ സ്ട്രൈക്കർ എന്നും 90 മിനിറ്റ് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടി വരുന്നു എന്നും പറയുമ്പോൾ അത് അവരുടെ ടീമിനെക്കുറിച്ച് നല്ല ഒരു ഇമേജ് അല്ല കൊടുക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടീമുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സ്പെയിനിന് ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.